കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? എന്താ ഭീഷണി? ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അല്ലേ? അല്ല ഒരു മിനിറ്റ് ഞാൻ തരാം. ഐ വിൽ ഗിവ് യു ടൈം. നേരം വിളിക്കുന്നവരെ ഇരിക്കാം. ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. ആ കത്തിൻ്റെ വിവരം എനിക്ക് കിട്ടി. അതിൽ ഗവർണർ അൻവറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത്, ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി. മനസ്സിലായോ? അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആ ഒരു കുടുംബത്തിനല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാണ്. വർഷക്കണക്കിന് ജയിലിൽ കടന്ന വാപ്പാരും വെള്ളിപ്പാരുടെ കുടുംബത്തിനാണ്. ആ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് അതിനാരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങളോട്, ഈ ഭൂമിയിൽ PV അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ. ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. അതിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. ഓരോരുത്തർ ചോദിക്കും. അല്ല, മുഖ്യമന്ത്രിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞ ശശിയാണ് ഇതിൻ്റെ ആള്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ശശിയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത്? ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കൾക്കും അഭിപ്രായമില്ലാത്തൊരു വ്യക്തി അദ്ദേഹം. ഞാൻ സംസാരിച്ച ഒരാൾക്കും, താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായമില്ല. ഇതെന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം, കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. ഇനി വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ചെയ്യുന്നുണ്ടെങ്കിൽ. അയാൾക്ക് ഇന്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നത്, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കുന്ന രീതി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. അപ്പം പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ? എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്? ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ? അത് PV അൻവർ ചിലപ്പോൾ കാരെടുത്ത് തൂങ്ങായിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തൊക്കെ അതാണ്. വേറൊരു മരുമകനായിരിക്കും. മേ ബി സാനദർ സണ്ണിലോ, ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ, എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ഈ അജിത് കുമാറിനെ ഇതുപോലെയുള്ള നൊട്ടോറിയസ് ക്രിമിനൽ, ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത്? എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം. കാരണം പണി മിനിറ്റ് കൊണ്ട് കൊടുക്കും. DGP ഇതിങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കാണും, കൊടുക്കുക സസ്പെൻഷന്. മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തൊരു തൊക്കിലേക്ക് 6 മാസം കഴിഞ്ഞിട്ട് വാട്ടാ. എന്തത് ഏർപ്പാട്? ഇതാണോ സഖാക്കൾ മനസ്സിലാക്കുന്നത്? ഇതാണോ പാർട്ടി ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവിടെയാണ് പ്രശ്നം. ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്ക്. അതിനാണോ പാർട്ടി നേതൃത്വം